വെബ് ഡെവലപ്മെന്റിൽ ബിഗിനേഴ്സ് വരുത്തുന്ന മേജർ മിസ്റ്റേക്സ് ഏതൊക്കെയാണ്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. ശരിക്കും ബിഗിനേഴ്സ് 2-3 കാര്യങ്ങളിലാണ് ഇവരുടെ മെയിനായിട്ടുള്ള ഈ മിസ്റ്റേക്സുകൾ വരാറ്. ഒന്നാമത്തെ കാര്യം, അവർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് ലാഗാവും. എസ്പെഷ്യലി ഇവരെ HTML, CS, ജാവാസ്ക്രിപ്റ്റ്. എസ്പെഷ്യലി ജാവാസ്ക്രിപ്റ്റ് ഇവർ നെഗ്ലക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ്. പക്ഷേ ശരിക്കും നമ്മളെല്ലാം ഇനിയിപ്പോൾ റിയാക്റ്റും കാര്യങ്ങളും പഠിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണിത്. റിയാക്റ്റും കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിനെ ഒരു നെഗ്ലക്റ്റ് ചെയ്ത് വിടും. അപ്പോൾ അതൊക്കെ അറിയാമെന്നുള്ള രീതിയിൽ ശരിക്കും കോഡ് നല്ല എഴുതണം എന്നുണ്ടെങ്കിൽ ശരിക്കും ജാവാസ്ക്രിപ്റ്റ് അറിയണം എന്നുള്ള കഥ അവർക്ക് അറിയില്ല. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് HTML, CSS, അതുപോലെ ജാവാസ്ക്രിപ്റ്റ്, ഈ കാര്യങ്ങളൊക്കെ നല്ലൊരു ബേസിക്സ്, നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് വേണം ശരിക്കും റിയാക്റ്റിലോട്ട് മൂവ് ആവാൻ, അല്ലെങ്കിൽ ആംഗുലറിലോട്ട് മൂവ് ആവാൻ, ഏതൊരു ഫ്രെയിംവർക്കിലോട്ട് മൂവ് ആവാൻ. ബേസിക് ഇത് നല്ല തറവാക്കിയിരിക്കണം. പിന്നെ രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ, ഇവർ എവിടെന്നെങ്കിലൊക്കെ നെറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന കോഡുകൾ കോപ്പി പേസ്റ്റ് ചെയ്യും. അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യൂല. ഇത് എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷം വരുമോ എക്സിസ്റ്റിംഗ് കോഡിനെ എന്നുള്ളത് നോക്കാതെ ബ്ലൈൻഡായിട്ട് ഓക്കെ ഇറ്റ്സ് വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിടും. ആ ഒരു പ്രശ്നം ശരിയായിട്ട് നമ്മൾ കാണാറുണ്ട്. പിന്നെ ഒരു വലിയൊരു പ്രോജക്റ്റ്, ഒരു റിയൽ ടൈം പ്രോജക്റ്റിലൊന്നും വർക്ക് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. ശരിക്കും നല്ലൊരു റിയൽ ടൈം പ്രോജക്റ്റിലൊക്കെ ശരിക്കും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബിഗിനേഴ്സൊക്കെ നല്ല ക്യാപ്പബിലിറ്റി ആയിട്ട് മാറിക്കിട്ടും അവരുടെ കോഡിങ് സ്കില്ല്.